കറ്റാർവാഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ തഴച്ചു വളരുന്ന മുടിയും തിളക്കമാർന്ന മുഖവും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ കറ്റാർവാഴ സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല, ആരോഗ്യ പരിപാലനത്തിലും മികച്ച ഔഷധം തന്നെയാണ്. ഇന്ന് കറ്റാർവാഴയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് നോക്കാം. കറ്റാർവാഴ ജ്യൂസ് ചർമ്മത്തെ ഉള്ളിൽ നിന്നും ഈർപ്പമുള്ളതാക്കുകയും വരൾച്ച കുറയ്ക്കുകയും ആരോഗ്യകരമായ തിളക്കം നൽകുകയും ചെയ്യുന്നു. ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മുഖക്കുരു, പാടുകൾ, മറ്റ് ചർമ്മ പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കാൻ കാരണമാകും. കറ്റാർവാഴയിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നിർജീവ കോശങ്ങളെ നന്നാക്കിക്കൊണ്ട് മുടിയുടെ മോശം അവസ്ഥയ്ക്കെതിരെ പോരാടാൻ സഹായിക്കുന്നു. ഇത് മുടി വളർച്ചയുടെ ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യം നഷ്ടപ്പെട്ട് ഇടയ്ക്ക് വെച്ച് മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയെ നിയന്ത്രിച്ച് നിർത്തുകയും അങ്ങനെ അമിതമായി മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഔഷധമാണ് കറ്റാർവാഴ ജ്യൂസ്. ഇത് കരളിൽ നിന്നും വൃക്കകളിൽ നിന്നും വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. കറ്റാർവാഴ ജ്യൂസ് വയറ്റിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ ഉത്തമമാണ്. മലബന്ധം ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ദഹനനാളത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും കുടലിൽ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ മൊത്തത്തിലുള്ള ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കാൻ ദഹനത്തെ സഹായിക്കുകയും ദഹന വേഗത കൂട്ടുകയും ചെയ്തുകൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ കറ്റാർവാഴ ജ്യൂസ് ഏറെ മികച്ചതാണ്. വൈറ്റമിൻ എ, സി, ഇ, B12, ഫോളിക് ആസിഡ് എന്നിവയുൾപ്പെടെയുള്ള വൈറ്റമിനുകളും ധാതുക്കളും കറ്റാർവാഴ ജ്യൂസിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ കറ്റാർവാഴ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നതിനും സഹായകമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കറ്റാർവാഴ ജ്യൂസ് പതിവായി കഴിക്കുന്നത് നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്കും പ്രമേഹം വരാനുള്ള സാധ്യതയുള്ളവർക്കും ഇത് വളരെ പ്രയോജനകരമാണ്. ഇനി ഹൃദയാരോഗ്യത്തിന്റെ കാര്യമെടുത്താലും കറ്റാർവാഴ മുൻപിൽ തന്നെയാണ്. കറ്റാർവാഴ ജ്യൂസിൽ കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ചെറിയ ദോഷങ്ങളുമുള്ള ഒന്നാണ് കറ്റാർവാഴ. അതെന്താണെന്ന് നോക്കാം. കറ്റാർവാഴയുടെ ദീർഘകാലമായുള്ള അനിയന്ത്രിതമായ ഉപയോഗം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ചിലരിൽ ഉണ്ടാക്കാൻ ഇടയാകാറുണ്ട്. അതുപോലെ ബ്ലീഡിംഗ് ഉള്ളവർക്ക് കറ്റാർവാഴ അത്ര നല്ലതല്ല എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇത് രക്തസ്രാവം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കറ്റാർവാഴയെക്കുറിച്ച് പൊതുവായ ചില വിവരങ്ങൾ. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, ഇതെല്ലാം പൊതുവായ ചില ആരോഗ്യ കാര്യങ്ങൾ മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.